ഏതാണ്ട് 9 ഇതുവരെ ആയിട്ടുള്ളൂ അറ്റൻഡൻസ്. അവർ ബാക്കി താമസിയാതെ കയറുമെന്ന് പ്രതീക്ഷ. നമ്മള് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിൽ തുടങ്ങി വെച്ചതേ ഉള്ളൂ. തുടങ്ങി വെച്ചത് എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ്. ആന്റി ക്രൈസ്റ്റ്. നമ്മൾ പുസ്തകത്തിൽ പോകുന്ന രീതി ഓരോരോ വിഷയാസ്പദമായിരിക്കും, ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിരിക്കുകയില്ല. 6-ാം അധ്യായം 7-ാം അധ്യായം ഇങ്ങനെ പോകുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ നമുക്ക്. ആ രീതിയിലായിരിക്കില്ല നമ്മൾ പോകുന്നത്. ഓരോ സബ്ജക്റ്റായി ബേസ് ആയിരിക്കും, അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ച വിഷയം ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന വിഷയമാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് ഇതിന്റെ അർത്ഥം? ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ചോദ്യം. എന്താണത് അർത്ഥമാക്കുന്നത്? നിർവചനമാണ്. ഒരു കണ്ണിക എഴുതേണ്ടി വരും, എല്ലാവരും എഴുതാൻ തയ്യാറാവും. എന്താണ് സുജാറജിയൊക്കെ വീഡിയോ ഓണാക്കാത്തത്? അവിടെ വല്ല കാറ്റും മഴയും കൂടുന്നതൊക്കെ ആണോ? അങ്ങനെയുള്ളവർ ഓണാക്കണ്ട, പറ്റുമെങ്കിൽ മതി. ഞാനിവിടെ നഷ്ടത്തിലാണ്, അപ്പൊ നെറ്റിന്റെ ഒരു ഇച്ചിരി ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാ. ആഹാ, നാട്ടിലാണോ? അതെ. എവിടെ? കോട്ടയത്താണോ അതോ നെടുപ്പുറത്താണോ? ഇവിടെ കോട്ടയത്തും അല്ല നെടുമ്പുറത്തും അല്ല, പരുമലല്ല, രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടില. ആണോ? ഓ, ചേച്ചി എവിടെയാണോ വിവാഹം കഴിച്ചേ? രണ്ടാമത്തെ അക്കച്ചിയെ പരുമലല്ല കല്യാണം കഴിച്ചത്. ഓ, ശരി. ഓക്കെ. അല്ല, ഞാൻ ഓണാക്കാതിരുന്നോട് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ. കുഴപ്പമില്ല. അപ്പൊ എഴുതാൻ തയ്യാറാവുക. സൃഷ്ടിതാവും സത്യദൈവവുമായ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ, സൃഷ്ടിതാവും സത്യദൈവവുമായ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്ത മശിഹ, നമ്മുടെ പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്ത മശിഹ ലോകം മുമ്പ് സാത്താൻ തിരഞ്ഞെടുത്താക്കുന്ന വ്യാജമശിഹയാണ് എതിർ ക്രിസ്തു. സാത്താൻ തിരഞ്ഞെടുത്താക്കി വെക്കുന്ന വ്യാജമശിഹയാണ് എതിർ ക്രിസ്തു. അപ്പൊ എന്താണ് എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ മതി, ഈ നിർവചനം മനസ്സിലാക്കി. ഇത് സാത്താന്റെ മശിഹയാണ്, സാത്താൻ അയക്കുന്ന വ്യാജമശിഹയാണ്. സത്യമശിഹ വരുന്നതിന് മുമ്പ് ആ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ ആവും എന്താണ് ഈ ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ്. ആരാണ്, എന്താണ്, അതിന്റെ ഉത്തരമാണ് നമ്മളിപ്പം നിർവചന രൂപേണ. ആരെങ്കിലും നമ്മോട് ചോദിച്ചാൽ തന്നെ അതിന്റെ ഉത്തരം ഇതാണ്. അതിന്റെ ഉത്തരം അതൊരാൾ വരും, ക്രൂരനായ ഒരു ഭരണാധികാരി, ആ പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ വരുന്നു, ആരായിരിക്കുന്നു, എങ്ങനെയാണ് ഇതൊക്കെ അതിനകത്താണ്. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്.
ലക്ഷ്യം. അടുത്ത ഹെഡിങ് നിങ്ങനെ എഴുതിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ തലമണ്ടയ്ക്കകത്ത് നിൽക്കൂ, ഇല്ലേ നിങ്ങളുടെ ബുക്കിലും കാണുക, തലയിലും കാണുക. ഒടുവിൽ ആരെങ്കിലും ഒക്കെ ഞാൻ തന്നെയാണ് ഇത് പറയാൻ. അതുകൊണ്ട് എഴുതുക, എല്ലാം എഴുതണം. കേട്ടോ? ഓക്കെ. എതിർ ക്രിസ്തു ലക്ഷ്യം എഴുതിക്കോളൂ. ഹെഡിങ് എഴുതി കഴിഞ്ഞെങ്കിൽ എഴുതിക്കോളൂ. ദൈവജനമായ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനും ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ എതിരെയും എഴുതിക്കോ. ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെയും ദൈവത്തിനെതിരെയും പ്രവർത്തിക്കുകയാണ് ലക്ഷ്യം. ദൈവത്തിനെതിരെയും പ്രവർത്തിക്കുകയാണ് ലക്ഷ്യം. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ലോകം ഭരിക്കുക എന്നുള്ളതല്ല. ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടി പറഞ്ഞ്. ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെയും ദൈവത്തിനെതിരെയും പ്രവർത്തിക്കുകയാണ് ലക്ഷ്യം. അവ 3 കാര്യങ്ങളാണ് ഞാൻ. ഒന്ന്, ഇസ്രായേലിന്മേൽ ആധിപത്യം സ്ഥാപിക്കുക. അതോടൊപ്പം ദൈവ പദ്ധതികൾക്കെതിരെയും ദൈവത്തിനെതിരെയും പ്രവർത്തിക്കുക. മനസ്സിലോ കാര്യം? അതുകൊണ്ട് ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണം വരുന്ന ലോകം മുഴുവനല്ല. സാമ്രാജ്യങ്ങൾ ഉണ്ടാകുന്ന ഒന്നും ലോകം മുഴുവനല്ല. ഒരു പ്രത്യേക മേഖലയിലാണ് സാമ്രാജ്യം നിലനിൽക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ആരായിരിക്കും എതിർ ക്രിസ്തു? എഴുതിക്കോളൂ. അതിന്റെ ഉത്തരമായി എഴുതുക. ആധുനിക കാലത്ത് ഉയർന്നു വരുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ നേതാവായിരിക്കും എതിർ ക്രിസ്തു. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ നേതാവായിരിക്കും എതിർ ക്രിസ്തു. അതിന്റെ കാരണം 2 തെളിവാണ്. ഒന്ന്, വെളിപ്പാട് 3:1. അവിടെ ആ വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യം എന്താന്ന് പറയുന്നു 13:1. 2, എതിർ ക്രിസ്തു വിശ്വസിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ തെളിവ്. എന്താണ് എതിർ ക്രിസ്തു വിശ്വാസ സംഹിത എന്ന് പറയുന്നത്? നമ്മൾ 2 വാക്യം വായിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി. 1 യോഹന്നാൻ 2:22 ആദ്യം വായിക്കാം. എതിർ ക്രിസ്തുവിന്റെ വിശ്വാസ സംഹിത എന്ത്? 1 യോഹന്നാൻ 2:22. എടുത്തവരത് വായിക്കണേ. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആറാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകും. മതി. ദൈവം ആണെന്നും ക്രിസ്തു പുത്രനാണെന്നും പറയുന്ന വേദപുസ്തക സത്യത്തെ നിഷേധിക്കുന്നവനായിരിക്കും എതിർ ക്രിസ്തു. ആരാണ് ഈ ദൈവശാസ്ത്രം ഇങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ? ലോകത്തിൽ നമ്മൾ നോക്കാം. യേശു ആണെന്നും പിതാവായ ദൈവം പിതാവാണെന്നും എന്നീ സംജ്ഞകളെ
നിഷേധിക്കുന്ന മതമേതാണ്, രാഷ്ട്രമേതാണ്? ഒരു സംശയം വേണ്ട, ഇസ്ലാം മതമാണ്. യേശു ദൈവോത്തരം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇസ്ലാം മതത്തിനാണ്. അവർ അംഗീകരിക്കുന്നില്ല. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തിന്റെയും അതിന്റെ തലവന്റെയും വിശ്വാസം എന്ന് പറയുന്നത് പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവരാണ്. നിങ്ങൾ നമ്മുടെ ഇടയിൽ ഇറങ്ങി പറഞ്ഞു നോക്കുക, യേശു ദൈവമാണെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒറ്റ വിഭാഗമേ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് പോലും ഇല്ല. ഹിന്ദുക്കളെ യേശുവിനെ ദേവനായും യേശുദേവൻ അവർ വിളിക്കുന്നു. ദൈവോത്തരം പറഞ്ഞാൽ അവർക്ക് തർക്കമില്ല, ഒന്നുമില്ല. സുവിശേഷ വിരോധികൾക്ക് പ്രശ്നമുണ്ടല്ലോ. എന്നാൽ ഇസ്ലാം മതം താത്വികമായും പ്രായോഗികമായും ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിളിക്കപ്പെട്ടവനെ എതിർക്കുന്നു, അവിശ്വസിക്കുന്നു, അത് വേദവിപരീതമായി കണക്കാക്കുന്നു. ഇനി മറ്റൊരു വാക്യം കൂടെ വായിക്കാമോ? 2 യോഹന്നാൻ 7-ാം വാക്യം. ഇത് ക്രിസ്തു ലക്ഷണമാണ്. 2 യോഹന്നാൻ 7-ാം വാക്യം. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തു ഇങ്ങനെയുള്ളവൻ ആകുന്നു. ഇങ്ങനെയുള്ളവനാണ് എതിർ ക്രിസ്തു. എങ്ങനെയുള്ളത്? യേശു ജഡത്തിൽ വന്ന ദൈവപുത്രനാണെന്ന് സ്വീകരിക്കാത്തവർ. യേശു ശരീരത്തിൽ വെളിപ്പെട്ട ദൈവപുത്രനാണെന്ന് അംഗീകരിക്കാത്തവരാണ്. അയ്യോ, അപ്പൊ മനസ്സിലായോ? എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, എങ്ങനെയുള്ളവനായിരിക്കും വരിക? ഒക്കെ നമ്മുടെ നാട്ടില് ചില വാക്യങ്ങൾ കൊണ്ട് ആളുകൾ വിശ്വസിച്ചിരുന്ന മാർപ്പാപ്പ എതിർ ക്രിസ്തു എന്നാണ്. അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോപ്പ് ക്രിസ്തു ആണെന്ന് ചിന്തിച്ചവരുമുണ്ട്, ഈ ചിന്തിക്കുന്നവരുണ്ട്, ഈ പറയുന്നവരും കണ്ടേക്കാം. എതിർ ക്രിസ്തു ഈ വാക്യം തെറ്റാണ്. യേശു ദൈവപുത്രനല്ല എന്ന് ഒരു മാർപ്പാപ്പയും പറയാറില്ല. അവർ വിശ്വസിക്കുന്നുമില്ല. മാർപ്പാപ്പരെല്ലാം വിശ്വസിക്കുന്നു യേശു ദൈവപുത്രനാണെന്ന്. എന്നാൽ ഇസ്ലാം മതം അതിനെ എതിർക്കുന്നു, അത് വേദവിപരീതമായി വിശ്വസിക്കുന്നു. അങ്ങനെ പറയുന്നവര് എന്നാ പറയാം, വ്യാജമാണ് പറയുന്നതെന്നും അവർ സത്യത്തിലെന്നുമാണ് അവർ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് മകനുണ്ട്, ദൈവം ഒരുത്തുള്ളൂ, ആ ദൈവത്തിന് മകനുണ്ടെന്ന് പറയുന്നത് ദൈവഭൂഷണമാണെന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. ഒരു മാർപ്പാപ്പയും അങ്ങനെ പഠിപ്പിക്കില്ല. അതുകൊണ്ട് പോപ്പാണ് എതിർ ക്രിസ്തു എന്നത് ഈ ലക്ഷണത്തിനെതിരാണ്. ഇപ്പൊ ഞാൻ വായിച്ച വാക്യങ്ങൾക്കെതിരാണ് ആ ചിന്ത. അതുകൊണ്ട് ആരും മാർപ്പാപ്പയെ പിടിച്ച് എതിർ ക്രിസ്തു ആക്കരുത്. അത് ഈ വചനത്തിന് ചേരുന്ന കാര്യമല്ല. എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം. ഇനി ഇസ്ലാമിക സമ്പത്തിന്റെ ആളായിരിക്കുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതാണ് വെളിപ്പാട് 3:1 നമ്മൾ കാണുന്നത്. വെളിപ്പാട് 3:1 എന്താ കാണുന്നത്? ഒന്ന് വായിക്കാമോ? 13:1. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അടുത്തോടെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മതി. താങ്ക് യു. വരാൻ പോകുന്ന സാമ്രാജ്യത്തിന് 3 മൃഗങ്ങളുടെ രൂപം ചേർന്നതാണ്. ഏതാണ് ആ 3 മൃഗങ്ങൾ? ഒന്ന് പുള്ളി എന്തിനെ കാണിക്കുന്നു? ദാനിയേൽ 7 ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നു. കരടി എന്തിനെ കാണിക്കുന്നു? സാമ്രാജ്യത്തെ കാണിക്കുന്നു.
സിംഹം എന്തിനെ കാണിക്കുന്നു? സാമ്രാജ്യത്തെ കാണിക്കുന്നു. വരാൻ പോകുന്ന എതിർക്രിസ്തുവിന്റെ സാമ്രാജ്യം പുരാതന ബാബിലോണിന്റെയും പുരാതന പക്ഷികളുടെയും പുരാതന യവന സാമ്രാജ്യത്തിന്റെയും സമ്മിശ്ര സങ്കലന രൂപമായി എഴുന്നേൽക്കാൻ പോകുന്ന സാമ്രാജ്യമാണ് എതിർക്രിസ്തുവിന്റെ സാമ്രാജ്യം. പുരാതന സാമ്രാജ്യം എന്നാൽ ഏത്? ഇറാഖാണ്. പുരാതന സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇറാനാണ്. പുരാതന ഗ്രീക്ക് സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? തുർക്കിയും ഈജിപ്തും സിറിയയും മാസിഡോണിയയും ചേരുന്നതാണ്. അപ്പൊ ഭൂരിഭാഗം എവിടെയാണ് കിടക്കുന്നത്? തുർക്കി, സിറിയ ആൻഡ് ഈജിപ്ത്. പിന്നെ ഇറാൻ, ഇറാഖ്. ഈ ഭരണകൂടം അല്ലെങ്കിൽ ഈ ഭൂപ്രദേശങ്ങളിലുള്ള ഗവൺമെന്റുകളാണ് ഭാവിയിൽ വരാൻ പോകുന്ന എതിർക്രിസ്തുവിന്റെ സാമ്രാജ്യം. ഇറാനൊക്കെ ഇറാന്, ഇറാഖ്, തുർക്കി, സിറിയ ഏറ്റവും കടുത്ത ഇസ്രയേൽ വിരോധികളായ രാഷ്ട്രങ്ങളാണ് ഇവരെല്ലാം. ഏറ്റവും കടുത്ത ഇസ്രായേൽ വിരോധം ഇറാനുണ്ട്, ഇറാഖുണ്ട്, തുർക്കിയുണ്ട്, സിറിയയുണ്ട്. ഏത് വിധത്തിലും ഇസ്രയേലിനെ തകർക്കുക മാത്രമാണ് ലക്ഷ്യം. ഇവർ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭാവി സാമ്രാജ്യം ഉദയം ചെയ്യുകയും അതിൽ നിന്ന് രൂപം കൊള്ളുന്ന ഭരണാധികാരികൾ ഭരണം കൈയാളുകയും ചെയ്യും. ഈ 10 ഭരണാധികാരികളിൽ 3 പേരെ നീക്കിക്കളഞ്ഞിട്ട് 8ാമത്തവനായിട്ടാണ് എതിർക്രിസ്തു രംഗത്ത് വരിക. 8ാമത്തവനായി അവനായിരിക്കും കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. നയം 1 നമ്മൾ കണ്ടു. അത് ഇസ്രയേലിനും ദൈവജനത്തിനും എതിരാണ്. മറ്റൊന്ന് നമ്മൾ കണ്ടത് അവന് യേശുക്രിസ്തുവിന്റെ പുത്രത്വം നിഷേധിക്കുന്നവനാണ്. ഇനി 3ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അവനെ ദൈവതുല്യനാക്കുന്നവന്. ഞാൻ ദൈവമാണെന്ന് പറയുന്നയാളാണ്. വായിച്ച 2 വാക്യങ്ങൾ 2 തെസ്സലോനിക്കർ 2:4. 2 തെസ്സലോനിക്കർ 2:4 വാക്യം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്നടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ആന്റിക്രൈസ്റ്റിന്റെ മറ്റൊരു ലക്ഷണം അവന് സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു. എന്തെങ്കിലും കാരണമുണ്ട്. ഈ ആന്റിക്രൈസ്റ്റ് എന്ന മനുഷ്യന്റെ മേൽ, നമ്മുടെ എതിരാളിയുടെ മേൽ സാത്താൻ അവന്റെ മുഴുവൻ ശക്തി എടുത്താണ്. ഇവൻ എന്തുകൊണ്ടാണ് സ്വയം ദൈവമാണെന്ന് പറയുന്നത്? പണ്ട് പിശാചിന്റെ പണി ഇതായിരുന്നല്ലോ, ഞാൻ അത്യുന്നതനോട് സമനാകും. ഇവിടെ സത്ത ചെയ്യുന്നത് ആ വെളിപ്പാടിന്റെ 2ാം വാക്യം ഒന്ന് എടുത്തേ. 2ാം വാക്യം ഒന്ന് വായിച്ച് വായിക്കണം. അതിന്റെ അവസാന വാചകം വായിച്ചാൽ മതി. വെളിപ്പാടിന്റെ 2ാം വാക്യം അവസാന വാചകം. അതിന് മഹാസർപ്പം തുടങ്ങുന്നത്. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. കണ്ടോ? മഹാസർപ്പത്തിന് ശക്തി, തന്റെ അധികാരം, തന്റെ സിംഹാസനവുമാണ് കൊടുത്തു. അത് ഏതായിരിക്കും? പിശാചാരാണ് വാസ്തവത്തിൽ ഈ ലോകത്തിന്റെ ദൈവമാണ്. 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ
4-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. ആരാണ് പിശാചി? 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതിനെ കുറിച്ച് എന്താ അവിടെ എഴുതിയിരുന്നേ? ഈ ലോകത്തിന്റെ ദൈവം, ഗോഡ് ഓഫ് ദിസ് വേൾഡ്. ഇന്നത്തെ ലോകത്തിന്റെ ദൈവം ആണ്. ഇവിടെ ഈ ലോകത്ത് സത്യദൈവത്തെ അല്ലാതെ ആരാധിക്കുന്ന ജനകോടികൾ ആരാധിക്കുന്ന പിശാചിനെയാണ്. ഒരിടത്ത് ഒരു പേര്, വേറൊരിടത്ത് വേറൊരു പേര്. എല്ലാം വാസ്തവത്തിൽ എവിടേക്കാ ചെല്ലുന്നതെന്ന് അറിയാമോ? ലൂസിഫറിലേക്കാ. സത്യദൈവത്തെ അല്ലാതെ ലോകത്ത് എവിടെയെല്ലാം മനുഷ്യൻ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നുണ്ടോ, അതെല്ലാം സാത്താനെ ആരാധിക്കുന്നത്, ദൈവത്തെ അല്ല. അപ്പോ അങ്ങനെ ആരാധിക്കുന്നെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവം സാത്താനാണ്. ഇപ്പൊ ലോകത്തെ ഭരിക്കുകയാണ്. 1 യോഹന്നാൻ 5:19 വായിച്ചേ. 1 യോഹന്നാൻ 5:19. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഉണ്ടല്ലോ, സർവ്വലോക ദുഷ്ടീനതയിലാണ്. ആരാണ് ഈ ലോകത്തിന് ദൈവം? സാത്താനാണ്. ആ സിംഹാസനവും അധികാരവും ശക്തിയും ആർക്ക് കൊടുക്കും? എതിർ ക്രിസ്തു കൊടുക്കും. അങ്ങനെയാണ് ലോകം മുഴുവൻ അവനെ വലിയവനായി കാണുകയും ചെയ്യുക. ആ എതിർ ക്രിസ്തു തന്നെത്താൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കും. മാത്രമാണോ, അവന്റെ വിഗ്രഹം യെരൂശലേം ഒരു ഭാഗത്ത് വെക്കും. ദാനിയേൽ അനുസരിച്ച് ഒരു വിങ്ങിലെന്നാണ്. യെരൂശലേം ഒരു വിങ്ങിൽ എതിർ ക്രിസ്തു അവന്റെ പ്രസ്താവിക്കും. അപ്പോൾ യഹൂദന് മനസ്സിലാകുന്നത് ഇത് ക്രിസ്തു അല്ല. അതുവരെ മനസ്സിലാവില്ല. അവർ തെറ്റിദ്ധരിക്കും, ഇതാണ് മശിഹ, വരുവാനുള്ള മശിഹ ഇതാണെന്ന് അവൻ തെറ്റിദ്ധരിക്കും. കാരണം അവർക്ക് ഗുണം ചെയ്തുകൊണ്ടാണ് അവന്റെ വരവ്. ഉപായ രൂപേണ അവൻ കാര്യം സാധിക്കും, നയബുദ്ധിയാൽ കാര്യം സാധിക്കും. ഇടപാടിലൂടെ അവൻ ഇസ്രായേലിന്റെ ഹൃദയം കവരും. വിഗ്രഹം സ്ഥാപിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, അയ്യോ ഇത് ഞങ്ങളുടെ യഥാർത്ഥ മശിഹയല്ല. യഹൂദന് ഉപദ്രവമാണ് ഇത്. യഹൂദൻ അവിടെ നിന്ന് അപ്രാപ്തിയായി പലായനം ചെയ്ത് 3.5 വർഷം അവൻ അവിടെ ഓടി ജോർഡാനിലെ എന്നാണ് വേദ പുസ്തക വ്യാഖ്യാതാക്കൾ കരുതുന്നതും പറയുന്നതും അനുസരിച്ച്. അപ്പോ ഇവൻ കേവലം ഒരു മനുഷ്യനല്ല, എതിർ ക്രിസ്തു. പിശാചിന്റെ അഭിഷക്തനാണ്. പിശാചിന്റെ അധികാരവും ശക്തിയും എതിർ ക്രിസ്തുവിന് കൈമാറിയിട്ടാണ് അവൻ ഈ ലോകം നടക്കുന്നത്. ദൈവത്തിനും ദൈവജനത്തിനും എതിരെയുള്ള അവന്റെ നീക്കങ്ങൾ. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും എതിർ ക്രിസ്തുവിന്റെ പണം ദോഷകരമല്ല. അങ്ങനെ കരുതുന്നവരുണ്ട്. ഞാനൊക്കെ അങ്ങനെ ആദ്യകാലത്ത് എന്നെ അനുസരിച്ച് ആദ്യം അങ്ങനെ കരുതിയേ. എന്റെ കുട്ടിക്കാലം പോലെ ഇതൊക്കെ കേൾക്കുന്നതാ. അപ്പൊ ഞാനും കരുതി എന്നറിയാമോ, ഒയ്യോ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞ ഗീറ്ററേക്കാളും ഭയങ്കരനായ ഒരു ക്രൂരനായ ആള് വരും. ആൾ ലോക ജനതയെ മുഴുവൻ ഉപദ്രവിക്കും, ആൾക്കാരെയൊക്കെ കൊല്ലും. അതാരെയാണെന്ന് പുസ്തകത്തിലുണ്ട്. ലോക ജനതയ്ക്ക് ചുക്കുമില്ല. എതിർ ക്രിസ്തുവിന്റെ കൊണ്ട് അവർക്കൊരു ദോഷവുമില്ല. ഉദാഹരണം, ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. പക്ഷേ ഒരു ജർമ്മൻകാരന് ഹിറ്റ്ലറുടെ ഒരു ദോഷം ഉണ്ടാക്കിയില്ല. പിന്നെ ആർക്കാ ഉണ്ടാക്കിയേ? യഹൂദന്മാർ, കമ്മ്യൂണിസ്റ്റുകൾ, കത്തോലിക്കർ, പ്രൊട്ടസ്റ്റന്റുകാർ, റഷ്യക്കാർ, ഇവർക്കാണ് ഉപദ്രവം. ഒരു ജർമ്മൻകാരന് പേടിക്കണ്ട.
അവന് സുരക്ഷിതം. എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ ദൈവത്തിന് അനുകൂലമായി നിൽക്കുന്നവരെ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യന് എതിർക്രിസ്തുവിന്റെ പ്രകാരം ഒരു ദോഷവും ഉണ്ടാക്കത്തില്ല. അവന് മുദ്രയേറ്റാൽ മതി, എന്തും വിൽക്കാൻ വാങ്ങാം. എതിർക്രിസ്തുവിന്റെ വിഗ്രഹത്തെ ഒന്ന് നമിച്ചാൽ മതി, അവന് സുഖമായി ജീവിക്കാം. എന്നാൽ വിഗ്രഹത്തെ ആരാധിക്കാത്ത, മുദ്ര ഏൽക്കാത്ത ആളുകൾക്കാണ് ഉപദ്രവം, അല്ലാത്തവർക്കല്ല. എതിർക്രിസ്തു ഈ എതിർക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കൂടെ നമുക്ക് അങ്ങ് വിടാം. അതാരാണ്? വെളിപ്പാട് 13-ാം അധ്യായം 11 മുതൽ 8 വരെ വാക്യങ്ങളിലാണ് ഈ വ്യക്തിയെ കുറിച്ച് പറയുന്നത്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഇയാളുടെ റോൾ ഭയങ്കരമാണ്. വെളിപ്പാട് 11 മുതൽ 8 വരെ വ്യക്തമായി ഒരാൾക്ക് വായിച്ചു കേൾപ്പി. സാറേ, ആ റെഫറൻസ് ക്ലിയർ ആയില്ല, ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. വെളിപ്പാട് 13-ന്റെ 11 മുതൽ 8 വരെ കേട്ടോ? ആ, കേട്ടു സാറേ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് ഉള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാമത്തെ മുമ്പാകെ അതിന്റെ അധികാരം എല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാർ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ 666. മതി. അപ്പൊ നമ്മൾ ഇവിടെ എന്താ വായിച്ചത്? മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് കണ്ടു. ഒന്നിത് ഭൂമിയില, മനുഷ്യൻ മറഞ്ഞിരിക്കുന്നതല്ല. നേരെ മറിച്ച് വെളിപ്പാട് 13-ന്റെ 1-ല് ഭൂമിയിലല്ല, കടലിൽ നിന്നാ കരുതുന്നത്, മറഞ്ഞിരിക്കുന്ന ഒന്നാ. 2, ഈ പേര് കള്ളപ്രവാചകൻ എന്നാണ്. കുഞ്ഞാനുള്ളത് കള്ളപ്രവാചകൻ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ മനസ്സിലായോ? ദൈവത്തെ പ്രതികരിക്കുന്ന ആളാ. അപ്പൊ ഇതൊരു മത നേതാവാണ്. എതിർക്രിസ്തു ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോൾ കള്ളപ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ടു. എതിർക്രിസ്തുവിന്റെ പ്രതിമയുണ്ടാക്കുന്നതും ആളുകളെ നമസ്കരിപ്പിക്കുമാറാക്കുന്നതും മുദ്രയേൽപ്പിക്കുന്നതും അടയാളങ്ങൾ ചെയ്യുന്നതും എല്ലാം ഈ കള്ളപ്രവാചകനാണ്. ഇയാളുടെ സഹായത്തോടു കൂടിയാണ് എതിർക്രിസ്തുവിനെ ലോകാരാധ്യനായി ഉയർത്തി കാണിക്കുന്നത്. അപ്പൊ ഇതൊരു മത നേതാവാണ്. ഈ മത നേതാവ് തന്റെ കീഴിലുള്ള ജനങ്ങളുടെ മേലുള്ള സ്വാധീനം ഉപയോഗിച്ച് എതിർക്രിസ്തുവിനെ സേവിക്കുന്ന വലിയൊരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ മത നേതാവാണ്. അയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അടയാളങ്ങൾ പ്രവർത്തിക്കും. എതിർക്രിസ്തുവിന്റെ പ്രതിമയുണ്ടാക്കാൻ ഭൂവാസികളോട് പറയും. നമസ്കരിക്കാത്തവരെ ഒക്കെ കൊല്ലാൻ കൽപ്പനയിടും. എതിർക്രിസ്തുവിന്റെ മുദ്ര
ആളുകളെ ഏൽക്കാൻ നിർബന്ധിക്കുകയും അങ്ങനെ ഏൽക്കുന്നവർക്ക് മാത്രം ലോകത്ത് എന്തെങ്കിലും വാങ്ങാനോ വിൽക്കുകയോ പറ്റും, ഇല്ലെങ്കിൽ വിൽക്കാനോ വാങ്ങാനോ പറ്റാതെയാവും. അപ്പൊ ലോകത്ത് ജനതയെ നിർബന്ധപൂർവം എതിർ ക്രിസ്തുവിനെ ആരാധിക്കാനും സേവിക്കാനും അവനെ അംഗീകരിക്കാനും നിർബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഈ കള്ളപ്രവാചകൻ ചെയ്യുന്നത്. ഇതൊരു മതനേതാവാണ്. ഈ മതനേതാവിന് ലോകസംഖ്യയിൽ നല്ലൊരു പങ്കിന്റെ മേൽ അവന് സ്വാധീനമുള്ള മതനേതാവാണ്. അതുകൊണ്ടാണ് ഇത്രയും അനുയായികളെ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പോ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ നേതാവ് ഭാവിയിൽ ജനകീയമായി ജനങ്ങൾക്കിടയിലേക്ക് പ്രചരണം സൃഷ്ടിക്കുന്നതും ഈ പറയുന്ന കള്ളപ്രവാചകന്റെ സഹായത്തോടു കൂടെയാണ്. അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് 19 ഏറ്റവും ഒടുവിൽ അവരെ ഗണ്ഡകത്തി തടാകത്തിലേക്ക് തള്ളും, മൃഗത്തെയും കള്ളപ്രവാചകനെയും. അപ്പൊ ആന്റി ക്രൈസ്റ്റിന്റെ കാലത്ത് ആ ഭരണാധികാരിയെ കൊണ്ട് മാനസാന്തരപ്പെടാത്ത മനുഷ്യർക്ക് ഒരുപാട് ഗുണമുണ്ട്. എന്നാൽ ദൈവജനമായ ഇസ്രായേലിനും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തീരുമാനമെടുക്കുന്ന ജനതകൾക്കും എതിർ ക്രിസ്തു ക്രൂരനാണ്, അവരെ കൊല്ലും. എത്രയാളുടെ മഹാപീഡനത്തിൽ കൊല്ലപ്പെടും എണ്ണമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മഹാപീഡന കാലത്ത് ഇന്ന് സുവിശേഷം കേട്ടിട്ട് സ്വീകരിക്കാത്ത നിരവധി ആളുകൾ ജീവിച്ചിരിപ്പുള്ളവർ ആ കാലത്ത് യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും. അത് ശരിയാണോ? നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരാം. ആദ്യ 9-ാം വാക്യം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. കണ്ടോ? വെയിറ്റ്. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം അവർ നിൽക്കുന്ന കണ്ടു. ഇവരെവിടുന്ന് വന്നവരാ? 14-ാം വാക്യം. ഇവരെവിടുന്നാ വന്നേ? യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കും. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അപ്പൊ ഇവർ ഏത് കാലത്ത് വന്നവരാണ്? മഹാപീഡനത്തിൽ നിന്ന് വന്നവരാ. ഇവര് എളുപ്പത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നവരല്ല. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാ. നമ്മളാരും അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ അങ്കി നമ്മളെ രക്തത്തിൽ അലക്കി വെളുപ്പിക്കുന്നൊന്നുമില്ല. നമുക്ക് കുഞ്ഞാടിന്റെ അങ്കി തരിക. ഇതെന്റെ അലക്കി വെളുപ്പിക്കേണ്ടി വന്നത്? ഇവര് ജീവിത വിശുദ്ധിയില്ലാതെ, ദൈവപ്രമാണം അനുസരിക്കാതെ, ദൈവത്തിന് വിരുദ്ധമായി കൽപ്പന അനുസരിക്കാൻ മനസ്സില്ലാതെ റിജക്ട് ചെയ്തുകൊണ്ട് നിന്നവരാ. പക്ഷെ എതിർക്രിസ്തു ഭരണം തുടങ്ങിയപ്പോൾ മനസ്സിലായി, അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ കൈവിട്ടുപോയി. അപ്പൊ ഇനി ഒരു മാർഗ്ഗമുള്ളൂ രക്ഷിക്കപ്പെടാൻ. അവര് കുഞ്ഞാടിന് വേണ്ടി രക്തസാക്ഷികളാകാൻ തീരുമാനിക്കണം. അങ്ങനെ രക്തസാക്ഷികളായി ചെന്ന പുരുഷാരത്തിന്റെ എണ്ണം അവിടെ പറഞ്ഞത് ആർക്കും എണ്ണിക്കൂടാത്ത വലിയ പുരുഷാരം. നമ്പറില്ല. അങ്ങനെയുള്ളൊരു കൂട്ടം അക്കാലത്ത് രക്ഷപ്പെടും. രക്തസാക്ഷികളായി രക്ഷപ്പെടും. അത് ലോകമെങ്ങും ഉണ്ടാവുന്നത്. അന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ
രക്തസാക്ഷിയാവുക എന്ന അതിന്റെ അർത്ഥം. ഇന്ന് രക്ഷിക്കപ്പെടുക എന്നുള്ളത് രക്തസാക്ഷിയാകുന്ന അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മാർട്ടർ, ശരിക്കും നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന വാക്കിന് രക്തസാക്ഷികളാകുമെന്നൊരു അർത്ഥമുള്ള വാക്കാണ്. ഈ അടുത്ത സമയത്ത് എനിക്ക് വളരെ സങ്കടം തോന്നിയൊരു കാര്യമുണ്ട്. ഒന്ന് രണ്ട് സംഭവങ്ങളാണ്. ഉത്തരേന്ത്യയിലൊരു സുവിശേഷകനെ സുവിശേഷ വിരോധികൾ യോഗം നടന്ന വീട്ടിൽ നിന്ന് ആക്രമിച്ച് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവര് പറഞ്ഞു ജയ് ശ്രീറാം എന്ന് വിളിക്കുക. അവരെല്ലാവരും പറഞ്ഞു ജയ് ശ്രീറാം വിളിക്കാൻ. ആ സുവിശേഷകൻ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് അവര് പറഞ്ഞ കണ്ട് ജയ് ശ്രീറാം വിളിച്ചു. നമ്മളെല്ലാം അത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അത് സങ്കടം ഉണ്ടാക്കിയിരിക്കും. എന്നെ സംബന്ധിച്ചത് സങ്കടകരമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ ലഘുലേഖ കൊടുക്കാൻ പോയി. സുവിശേഷ വിരോധികൾ അവരോട് തടഞ്ഞു നിർത്തി അവരെ കൊണ്ട് തന്നെ ആ ട്രാക്ക് വലിച്ച് കീറി പറഞ്ഞു. അവരാ ട്രാക്ക് വലിച്ചു കീറി. ഈ രണ്ട് സംഭവങ്ങൾ സോഷ്യൽ മീഡിയയായി വന്നപ്പോ വളരെ സങ്കടം തോന്നി എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവരുടെ ഇടയിൽ പിന്നെ എന്നാ ചെയ്യണമെന്ന് എന്നോട് ചോദിച്ച ഒറ്റ ഉത്തരവേ ഉള്ളൂ. അവിടെ മുട്ടുകുത്തി എന്നിട്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാം, ഞാൻ മരിക്കാൻ തയ്യാറാണ്, എങ്കിലും ഞാൻ ജയ് ശ്രീറാം വിളിക്കത്തില്ലെന്ന് പറയാൻ അയാൾ തയ്യാറാകണമായിരുന്നു. ഇപ്പൊ ഇവരെല്ലാം പത്രോസിന്റെ പിൻഗാമികളാണ്. അവസരം വരുമ്പോൾ സ്വയം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക. അയാൾ സുവിശേഷകരെ നിർത്തണം. എന്റെ അഭിപ്രായത്തിൽ അയാള് കുറച്ച് സ്ഥലം ഇടിച്ച് കപ്പയിടുകയോ ചേന ഇടുകയോ ചെയ്യുക. അതാണ് അയാൾക്ക് നല്ലത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഭാഷയുടെ മകനാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ പ്രതികരിക്കണമെന്ന് ചിന്തിച്ചതാ. അപ്പൊ ആ പ്രായമുള്ള ദൈവദാസന്റെ ഹൃദയത്തെ വേദനിപ്പിക്കണമെന്ന് ഓർത്ത് ഞാൻ ചെയ്തില്ല. ഇല്ല, ചെയ്തേനെ. എനിക്ക് അതിനോട് കടുത്ത വിയോജിപ്പുണ്ട്. ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കുന്നവനല്ല യഥാർത്ഥ ദൈവപൈതൽ. നിനക്ക് എന്നെ കൊല്ലാം, പക്ഷെ ഞാൻ വിളിക്കില്ല. എനിക്ക് മരണം പുല്ലാണ്. ചിലപ്പോ പറയില്ലേ പോലീസ് പുല്ലാണ്. മരണം എനിക്കുള്ള ഒരു വിഷയം എന്ന് പറയണം. എന്നെ കൊല്ലുന്നത് എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. ഞങ്ങളുടെ നേതാവ് മരിച്ചു ഉയർത്തുന്നതിനെതിരാണ്. മരണം എനിക്ക് വിഷയമല്ല. നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നു. സുവിശേഷം പറയുമ്പോ മരണത്തെ ഭയപ്പെടുന്നെങ്കിൽ സത്യത്തിൽ നിങ്ങളുടെ അകത്ത് യഥാർത്ഥ സുവിശേഷം കേട്ടിട്ടില്ലെന്നായി കാണും. അങ്ങനെ തന്നെ അർത്ഥം. അപ്പൊ നിങ്ങൾ പറയും ചിലപ്പോ ഷാജി സാറ് കേരളത്തിലായിരിക്കും, ഒരു ചുക്കുമായി പേടിക്കണ്ട, ഈ നോർത്ത് ഇന്ത്യയിൽ കിടക്കുന്ന ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വല്ലതും ഷാജി സാർ അറിയുന്നുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാൻ 2 പ്രാവശ്യം സുവിശേഷ വിരോധികളുടെ മുമ്പിൽ പെട്ടുപോയ ആളാണ്. 2 വട്ടം. ഒന്ന് RSSകാരുടെ മുമ്പിലാണ്, രണ്ടാമത്തേത് നക്സലൈറ്റുകളുടെ കയ്യിലാണ്. ഈ 2 നടന്ന് കേരളത്തിൽ വെച്ചാണ്. 2 കേരളത്തിൽ വെച്ചാണ്. RSകാരുടെ കയ്യിൽ ഞാൻ അകപ്പെടേണ്ടി വന്നത് ചങ്ങനാശ്ശേരിക്ക് പടിഞ്ഞാറ് നെടുമുടിക്ക് പോകുന്ന വഴിയിൽ കിടങ്ങറ എന്നൊരു സ്ഥലമുണ്ട്. കിടങ്ങറ. ആ കിടങ്ങറ നിന്ന് കുറേ അകത്തേക്ക് പോകും. ഞാനും അന്ന് ന്യൂ ഇന്ത്യയിലെ ഒരു ദൈവദാസനും കൂടെ ഒരു ഹാൻഡ് മൈക്കുമായി ഞങ്ങൾ പരസ്യത്തിന് പോയി. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല ഈ സ്ഥലത്തെ കുറിച്ച് വലിയ പിടിയില്ല. എനിക്കും വലിയ പിടിയില്ല. ഞങ്ങൾ അകത്ത് ചെന്ന് ഒരു സ്ഥലത്ത് ഗ്രാമത്തിൽ പരസ്യമൊക്കെ നടത്തി ഞങ്ങൾ മടങ്ങി വരിക. ഞങ്ങൾ 2 പേരും കൂടെ മടങ്ങി വരുമ്പോ കിടങ്ങറയ്ക്ക് അടുക്കാറായപ്പോഴേക്കുമാണ് ഞങ്ങൾ ഒരു 8-10 പേര് വളഞ്ഞത്. ആ 8-10 പേര് വളഞ്ഞിട്ട് ഞങ്ങളോട് ഞങ്ങളെ കുറെ ഭീഷണിപ്പെടുത്തുക. അപ്പോ ഈ ഭീഷണിപ്പെടുത്തിയതിൽ ഒരാള് അപ്പൊ ഞാൻ കുറെ ന്യായവാദങ്ങളൊക്കെ മറുപടിയൊക്കെ പറഞ്ഞു. ഇത് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതാണ്, ഈ രാജ്യത്തെ ആളുകളെ മതപരിവർത്തനം നടത്തുകയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെയാണ് അവരാദ്യം ഉന്നയിച്ച ആരോപണങ്ങൾ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഏത് മതമാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ മതം? അതെന്നെ ഒന്ന് ബോധ്യപ്പെടുത്താമോ? ശൈവ മതമാണോ, വൈഷ്ണവ മതമാണോ, ഇവിടുത്തെ ദ്രാവിഡന്റെ മതമാണോ, ദൈവങ്ങളെ വിളിക്കാൻ അവകാശമില്ലാതെ ഇവിടെ കിടന്ന ദളിതരുടെ മതമാണ്?
ഇതിലേത് മതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതം? അപ്പൊ അതിലൊരാള് അതിന് മറുപടി പറയാനായിട്ട് കൃത്യതയാർന്നത് ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന അതാ ഇതാന്നൊക്കെ പറയാനൊക്കെ നോക്കിയെങ്കിലും അയാൾക്ക് അതിന് ഉത്തരം പറയാൻ അറിയില്ല. അതിന്റെ RS-കാരുടെ ഒരു ഒന്നാമത്തെ പ്രത്യേകത വിവരവും വിദ്യാഭ്യാസം ഏഴായിരത്തൂടെ കൂടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരാൾ ഭീഷണിപ്പെടുത്താനായിട്ട് പറഞ്ഞു, ഇനി ഈ വഴിക്ക് എങ്ങാനും വന്നാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരല്പം കുറവുകളുണ്ട്. ഞങ്ങൾ ഈ സുവിശേഷകർക്ക് യൂറോപ്പിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ഇന്ത്യയിൽ അങ്ങനെ അധികം രക്തസാക്ഷികൾ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ രക്തസാക്ഷികൾ ഉണ്ടായാൽ ഇന്ത്യ മുഴുവൻ യേശുവിന്റെ പിന്നാലെ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറെ പേരെ കൊല്ലണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. ഞങ്ങളെ കൊല്ലണമെങ്കിൽ കൊല്ലാം. കുറെ പേരെ രക്തസാക്ഷികളാക്കാമെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ ഇത്ര നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. സോ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും വേണേ കൊല്ലാം. ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. ഈ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ത്രട്ടണിങ്ങിനൊന്നും ഒരു വിലയില്ല. എന്നെ ഭീഷണിപ്പെടുത്താൻ പറ്റും. ട്രെയിന് തറവിച്ച് ചാകാൻ പോകുന്നവന് ചാറ്റന്മാരുടെ അതിന്റെ വിഷയമാണ്. ഈ 10 പേര് നടക്കുന്ന ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടു പോകുന്നത് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. കൊന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ അതിനപ്പുറത്തും തയ്യാറായിട്ടെന്ന് പറയുന്നത് എന്ന രീതി അവരോട് അവലംബിച്ചപ്പോഴാണ് ഇവന്മാരും ഭ്രാന്തന്മാർ പോയേക്കണം. അപ്പൊ നമുക്ക് ഈ തൊഴിലൊക്കെ വന്നിട്ടുണ്ട്. വന്നപ്പോഴൊന്നും നമ്മൾ അയ്യോ ഞങ്ങൾ നടത്തിയാൽ ഞങ്ങൾ പൊക്കോളാം, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുന്ന ആ ഒരു നയം ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ സ്വീകരിച്ചിട്ടില്ല, ഇനി സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് ജയ്ശ്രീറാം വിളിച്ച ആ സുവിശേഷകൻ ആരായാലും അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ശിഷ്യനല്ല. ഞാൻ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിന്റെ പിതാവ് വളരെ വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കാനും. ആ പുള്ളി പ്രായമായിരിക്കുക പടച്ചു വീണ് ചാകണ്ടല്ലോ എന്ന് പറഞ്ഞു അയാളെ കൺസിഡർ ചെയ്തങ്ങ് വിട്ടതാണ്. യോജിക്കാൻ പറ്റുന്നില്ല അതിനോട്. രണ്ടാമതാണ് ഈ ട്രാക്ടർ കീറാൻ പറഞ്ഞപ്പോൾ കീറിച്ച് പോയ പുള്ളി. സുവിശേഷ നിലയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം പ്രതീക്ഷിക്കണം. കർത്താവിന് വേണ്ടി ഒരു അടി കൊള്ളാൻ തയ്യാറല്ലാത്തവൻ സുവിശേഷ നിലയ്ക്ക് ഇറങ്ങരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ എന്നെ അവർ കൊന്നാൽ എന്റെ ഭാര്യയ്ക്ക് ആരാ ഉള്ളത്, പിള്ളേർക്ക് ആരാ ഉള്ളത് ചോദിക്കാതെ നീ കൊറോണ പിടിച്ച് ആകുന്നതിനേക്കാളല്ലേ വല്ലവരും തട്ടിക്കൊടുക്കും. വണ്ടി ഇടിച്ച് ആകുന്നതിനേക്കാളും പാമ്പ് കടിച്ച് ആകുന്നതിനേക്കാളും കൊറോണ പിടിച്ച് ആകുന്നതിനേക്കാളും എത്ര അന്തസ്സാണ് സുവിശേഷത്തിന് വേണ്ടി മരിച്ചാൽ. അങ്ങനെ കാണാൻ കഴിയാത്തതുകൊണ്ട് സുവിശേഷതല ചെയ്യരുത്. ഞാനിത് ഇവിടെ വെറുതെ ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നിന്ന് വീരവാദം പറയുന്നതല്ല. മരണം അത്തരത്തിൽ നമ്മൾ കാണുന്നില്ല. കാരണം നമുക്കറിയാം മരിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോകുന്നത്. രക്തസാക്ഷിയെ പോലെ ഭാഗ്യവാൻ ആരുണ്ട്? ഞാൻ മരിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്നതിനേക്കാൾ ഗുണം ഞാൻ മരിക്കുന്നതായിരിക്കും. യേശുവിന് വേണ്ടിയാണോ? ഞാൻ മരിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഗുണം എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് ഞാൻ യേശുவோട് രക്തസാക്ഷിയാകുക. അങ്ങനെ ഇരിക്കുന്നതാണ്. രണ്ടാമത്തെ എനിക്കുണ്ടായ ത്രട്ടൺ എവിടാന്ന് അറിയാമോ? അത് ഈ കോട്ടയത്തിന് പടിഞ്ഞാറുള്ള സ്ഥലം. ഞാൻ പണ്ട് ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ചെറിയ നക്സൽബാരി ഗ്രൂപ്പൊക്കെ ആയിട്ട് ഒരു ചെറിയ ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. കാരണം എന്റെ ആത്മസുഹൃത്ത് നക്സൽബാരിയിലായിരുന്നു. അപ്പൊ അങ്ങനെ ആ ചാരിവുണ്ടായി. അപ്പൊ ഞാനൊരു വീഡിയോ സാക്ഷ്യം പറഞ്ഞപ്പോ എനിക്ക് അന്നത്തെ വിഷയം ലിബറൽ റിവലേഷൻ തിയോളജി. ആദ്യം കേട്ട അന്ന് ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ നക്സലൈറ്റ് ആശയത്തിൽ കുറെ കാലമൊക്കെ നടന്ന ആളാന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഇരിക്കുന്ന പൗലോസ് സാറിനൊക്കെ അറിയാം. പൗലോസ് സാറിന്റെ ഒരു കോബ്രദറായിട്ട് പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് കസിൻ ബ്രദർ, ഞാൻ പറഞ്ഞത് എന്നെ കൺവെൻഷനെ വിളിച്ചൊരു ക്ലാസ് രാവിലെ മുതൽ സന്ധ്യ 4 മണി 4:30 വരെ അനൗൺസ് ചെയ്തു. ഇന്ന് രാത്രി ഇവിടെ പണ്ടത്തെ ഒരു നക്സലൈറ്റ് നേതാവ് വരുന്നു. പുള്ളിക്ക് വായിക്കൊന്നല്ല അയാൾ വിളിച്ചു. ഇത് ഞാൻ പറഞ്ഞ കാര്യമൊന്നും. നക്സലൈറ്റിന്റെ നേതാവായിരുന്നയാൾ ഇന്ന് യേശുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് രാത്രി രാവിലെ മുതൽ സന്ധ്യ വരെ അനൗൺസ്മെന്റ് തന്നെ. ഞാന് ഈ സ്ഥലത്തൊരു പ്രൈവറ്റ് ബസ്സിൽ ചെന്ന് അവിടെ ഒരു 3-4 പേര് വന്നാണ് എന്നെ സ്വീകരിക്കുന്നത്. പക്ഷെ ഇവരുടെ വേഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് സഭാവിശ്വാസികളായിരിക്കാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ വേഷത്തിൽ വരികയുണ്ടെന്ന്. ഇവര് 3-4 പേര് എന്നെ വിളിച്ച് സ്വീകരിച്ചു.
എന്നിട്ട് ആദ്യം ചോദിച്ചു, ഇന്നിവിടെ പ്രസംഗിക്കുന്നയാളാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ എനിക്ക് ആശ്വാസത്തില, സംഘാടകരെ കണ്ടുകിട്ടിയില്ലോ എന്ന് വിചാരിച്ചാൽ പറഞ്ഞ കയ്യോ കൊടുക്കുക. അപ്പൊ അവര് എന്നെ പിടിച്ചു മാറ്റി നിർത്തിച്ച് പറഞ്ഞു, ഇന്നിവിടെ പ്രസംഗിക്കുന്നതിനിടയിൽ പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ജീവനോടെ വിടുകയില്ല. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതെന്നെ യോഗത്തിന് വിളിക്കാമെന്ന സംഘാടകനാണ്. ഞാൻ വലിയ കാര്യത്തിൽ കൈ കൊടുത്തിച്ച് നിൽക്കുക. ഇന്നിവിടെ പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ജീവനോടെ ഞങ്ങൾ വിടുകയില്ല. ഞാൻ ഒത്തിരി വലിയ മനുഷ്യനൊന്നും അല്ലല്ലോ. ഞാൻ ഉടനെ അവരോട് പറഞ്ഞു, വരാനുള്ള ലോകത്തെയോ സ്വർഗത്തെയോ വിശ്വസിക്കാത്ത പാർട്ടിക്ക് ഒരു രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. ഞാനിപ്പോ അതല്ല. വരാനുള്ളൊരു ലോകമുണ്ടെന്നും അവിടെ ഒരു ജീവിതം ഉണ്ടെന്നും 101% ഉറപ്പുള്ളയാണ്. അതുകൊണ്ട് കൊല്ലും എന്ന ഭീഷണി എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല. ഞാനൊരു നക്സലൈറ്റ് അനുഭാവിയായിരുന്നപ്പോ മരണം ഞാൻ എത്ര ഭയപ്പെടുന്നില്ലയോ അതിന്റെ 1000 ഇരട്ടി ഇപ്പൊ എനിക്ക് മരണത്തെ ഭയമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാതിരിക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ ആ പറഞ്ഞതിന്റെ ഉത്തരം, ഞാനിവിടെ വന്നത് പാർട്ടിക്കെതിരെയോ പാർട്ടിക്ക് വേണ്ടിയോ പറയാനല്ല, സുവിശേഷം പറയാൻ തന്നെ എനിക്ക് നേരെയില്ല. ഞാൻ വന്നത് സുവിശേഷം പറയാനാണ്, പാർട്ടിക്കെതിരെ പറയാനല്ല. പാർട്ടിക്കെതിരെ പറയാനാണെങ്കിൽ ഈ വേദി എനിക്ക് വേണ്ട, അതിന് വേറെ വേദി എനിക്കൊരുക്കാം. ഞാൻ ഈ ഉപദേശിമാരുടെ കൂടെ വന്നിട്ട് പറയില്ല, എന്റെ വിഷയം അതല്ല. പിന്നെ മരണം എനിക്കൊരു ഭയമില്ല. നിങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ വാചകമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. നക്സലൈറ്റ് അനുഭാവിയായപ്പോൾ മരണത്തെ എത്ര കണ്ട് ഞാൻ ഭയപ്പെടാതിരുന്നോ അതിന്റെ 1000 മടങ്ങ് ഇപ്പോഴെനിക്ക് ഭയമില്ല. പീഡിപ്പിക്കാൻ ശ്രമിക്കരുത്, അത് വെറുതെയോ. ഈ മറുപടിയാണ് ഞാൻ അവരോടും പറഞ്ഞത്. മരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞാൽ ലോകത്താരും ഒന്നും ചെയ്യാൻ, അതാദ്യം മനസ്സിലാക്കണം. ഞാൻ മരിക്കാൻ തയ്യാറാ, കൊല്ലു തന്നെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അക്രമകാരിക്കൊന്നും പറയാനില്ല, ചെയ്യാനുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രക്തസാക്ഷിയാകാൻ മടിയുള്ളവർ ജയ്ശ്രീറാമല്ല, നാളെ അവൻ വേദപുസ്തകം കത്തിച്ച് യേശു മൂർദാബാദെന്നും പറയും. അങ്ങനത്തെ സുവിശേഷങ്ങളുടെ കാലം. ഉദരപോഷണത്തിന് ഇറങ്ങിയ ആളുകൾ അതെല്ലാം അപ്രോച്ച് ചെയ്യും. അവിടെ വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുക, സുവിശേഷത്തിനെതിരെ നിൽക്കുമ്പോ, വീട് നിൽക്കുമ്പോ എതിരാളികളുടെ പീഡകളെയോ ഭീഷണികളെയോ ഭയപ്പെടരുത്. ഒരിക്കലും ഭയപ്പെടരുത്. ഒരു കാര്യം പറയാം, നിങ്ങളുടെ ശുശ്രൂഷ തീരാതെ നിങ്ങളുടെ ശുശ്രൂഷ തീർന്നാലേ ദൈവം അനുവദിക്കും. അതുവരെ ഏലിയാവിനെ കൊല്ലാൻ ആഹാബോ ഇസബേലോ എത്ര ശ്രമിച്ചാലും ഏലിയാവിനെ കൊല്ലാൻ ഒക്കുകയില്ല. കാരണം ദൈവദാസനാണ് ഏലിയാവ്. അപ്പൊ നമ്മുടെ ജീവൻ ദൈവത്തിലാണ് ഉള്ളത്. മരണത്തെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ ജയ്ശ്രീറാം വിളിക്കുകയും ചെയ്യും. അത് സങ്കടകരമായ ഒരു കാര്യമായി പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്നിങ്ങനെ ഭയപ്പെടുന്നവരല്ല. എന്നാൽ മഹാപീഡന കാലത്ത് അനേകായിരങ്ങൾ കൊല്ലപ്പെടും. അവരെയാണ് നമ്മള് വെളിപ്പാട് 7-ാം അധ്യായത്തിൽ ഇപ്പൊ ഈ കണ്ടത്. അവർ മഹാപീഡനത്തിൽ നിന്ന് വന്നവരാണ്. ഓക്കെ, നമുക്ക് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം, നിർത്താം. ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാനായി ഒരു 5-6 മിനിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. എനിത്തിങ്. ആദ്യത്തെ ഡെഫിനേഷൻ പറയാ, ഏതോ ആദ്യത്തെ ഡെഫിനേഷൻ എതിർ ക്രിസ്തു ആരാണ്? പറയാം. ഒരു സെക്കൻഡ്, ഞാൻ അതൊന്നും നോക്കിയോട്. സൃഷ്ടാവും സത്യദൈവവുമായ പിതാവായ ദൈവത്തിന്റെ മശിഹ, വാഗ്ദത്ത മശിഹ, ലോകം ഭരിക്കും മുമ്പ് സാത്താൻ അവതരിപ്പിക്കുന്ന വ്യാജ മശിഹയാണ് എതിർ ക്രിസ്തു.
സത്യദൈവത്തിന്റെ വാഗ്ദത്ത മശിക ലോകം ഭരിക്കുന്നതിന് മുമ്പ് സാത്താൻ അവതരിപ്പിക്കുന്ന വ്യാജ മശികയാണ് എതിർ ക്രിസ്തു. മശികയുടെ ഒരു ഗുണമില്ല. സാറേ പുള്ളിപ്പുലി കരടി സിംഹം എന്ന് പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്ന്. പുള്ളിപ്പുലി ഗ്രീക്ക് സാമ്രാജ്യം, പുള്ളിപ്പുലി ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നു. കരടി പാർഷ്യൻ സാമ്രാജ്യത്തെ കാണിക്കുന്നു. സിംഹം ബാബിലോൺ സാമ്രാജ്യത്തെ കാണിക്കുന്നു. ഈ 3 സാമ്രാജ്യങ്ങളിൽപ്പെട്ട രാജ്യങ്ങളാണ് എതിർ ക്രിസ്തുവിന്റെ കാലത്തെ പ്രധാന രാജ്യങ്ങൾ എന്ന് പറയും. അത് ഇറാഖ്, ഇറാൻ, തുർക്കി, സിറിയ, ഈജിപ്ത്. ഇവയാണ് പ്രധാന. ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങൾ. ഇറാഖ് ഇസ്ലാമിക രാജ്യമാണ്, ഇറാൻ ഇസ്ലാമിക രാജ്യമാണ്, സിറിയ ഇസ്ലാമിക രാജ്യമാണ്, തുർക്കി ഇസ്ലാമിക രാജ്യമാണ്, ഈജിപ്ത് ഇസ്ലാമിക രാജ്യമാണ്. ഇതെല്ലാം ഇസ്ലാമിക രാജ്യമാണ്. ഇവിടെ നിന്നുള്ള ആളുകളാണ് അന്ത്യകാലത്തെ ഗവൺമെന്റിന്റെ ഭാഗമായി വരുന്നതും അതിന്റെ ഫലമായി ഒടുവിൽ എതിർ ക്രിസ്തു രംഗത്ത് വരുന്നത്. ഓക്കേ.